IPL 2026 സീസൺ അതിന്റെ നിർണായകമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളെയും ആരാധകരെയും ഒരേപോലെ നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. പ്ലേ ഓഫ് യോഗ്യത നിലനിർത്താൻ ചെന്നൈക്ക് തീർച്ചയായും ജയിക്കേണ്ടിയിരുന്ന ഒരു ഡു ഓർ ഡൈ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് ഏറ്റുവാങ്ങിയ കടുത്ത പരാജയം ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ തോൽവിയേക്കാൾ ഉപരിയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കായിക ലോകത്തും കടുത്ത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് CSKയിലെ മലയാളി സൂപ്പർ താരം സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനമാണ്. ബാറ്റിംഗ് അത്ര എളുപ്പമല്ലായിരുന്ന ലക്നൌവിലെ എക്കാന സ്റ്റേഡിയത്തിലെ കഠിനമായ പിച്ചിൽ ടീം വലിയൊരു സ്കോറിലേക്ക് കുതിക്കാൻ അടിത്തറയിടേണ്ട ഓപ്പണറായ സഞ്ജു വെറും 20 പന്തിൽ 20 റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു. മത്സരത്തിന്റെ പ്രാധാന്യവും T20 ക്രിക്കറ്റിന്റെ വേഗതയും കണക്കിലെടുക്കുമ്പോൾ സഞ്ജുവിന്റെ ഈ മെല്ലെപ്പോക്ക് ചെന്നൈയെ വലിയ സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിട്ടത്. പരാജയത്തിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ സഞ്ജുവിനെതിരെ കടുത്ത ഭാഷയിലുള്ള സൈബർ ആക്രമണങ്ങളും ആഴത്തിലുള്ള വിമർശനങ്ങളുമാണ് ഉയർന്നത്. ലക്നൌവിലെ എക്കാന സ്റ്റേഡിയത്തിലെ പിച്ച് എപ്പോഴും സ്പിന്നർമാർക്കും പന്ത് സ്വിംഗ് ചെയ്യുന്ന പേസർമാർക്കും അനുകൂലമായ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ടോസ് നേടി ആദ്യം ബാറ്റിംഗിന് ഇറങ്ങുന്ന ടീമുകൾക്ക് പവർ പ്ലേ ഓവറുകളിൽ പരമാവധി മുതലാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയ സഞ്ജുവിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ പതിവ് വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിക്കായിരുന്നു. മത്സരത്തിന്റെ 1-ാം ഓവറിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പരിചയസമ്പന്നനായ പേസർ മുഹമ്മദ് ഷമിയെ നേരിട്ടുകൊണ്ട് സഞ്ജു മികച്ച തുടക്കമാണ് നൽകിയത്. ആ ഓവറിൽ 3 മനോഹരമായ ഫോറുകൾ പായിച്ചുകൊണ്ട് താരം ഫോമിലേക്കുള്ള സൂചനകൾ നൽകി. എന്നാൽ ആ ആവേശം അധികം നീണ്ടുപോയില്ല. ഷമിയുടെ ഓവറിന് ശേഷം കളി പൂർണ്ണമായി ലക്നൌവിന്റെ കൈകളിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പിച്ചിൽ പന്ത് അല്പം തങ്ങി നിൽക്കുകയും സ്വിംഗ് ചെയ്യുകയും ചെയ്തതോടെ സഞ്ജുവിന് പന്ത് കൃത്യമായി ടൈം ചെയ്യാൻ സാധിക്കാതെ വന്നു. തന്റെ സ്വാഭാവികമായ അഗ്രസീവ് ശൈലിയിൽ നിന്നും മാറി പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ സഞ്ജു പലതവണ ബീറ്റ് ചെയ്യപ്പെട്ടു. പവർ പ്ലേയിലെ വിലപ്പെട്ട ഓവറുകളിൽ റൺസ് കണ്ടെത്താനാകാതെ നഷ്ടപ്പെടുത്തിയ താരം ഒടുവിൽ 6-ാം ഓവറിലെ 3-ാം പന്തിൽ പുറത്താവുകയായിരുന്നു. ലക്നൌവിന് വേണ്ടി ഈ സീസണിലെ തന്റെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ യുവ പേസർ ആകാശ് സിംഗ് ആണ് സഞ്ജുവിന്റെ വിക്കറ്റ് വീഴ്ത്തിയത്. സഞ്ജുവിന്റെ ശരീരം ലക്ഷ്യമാക്കി ആകാശ് എറിഞ്ഞ ഒരു ബാക്ക് ഓഫ് ലെങ്ത് ബോൾ ലെഗ് സൈഡിലേക്ക് ഫ്ലിക്ക് ചെയ്ത് റൺസ് കണ്ടെത്താനാണ് സഞ്ജു ശ്രമിച്ചത്. എന്നാൽ പന്തിന്റെ വേഗതയും ദിശയും കൃത്യമായി കണക്കുകൂട്ടുന്നതിൽ മലയാളി താരത്തിന് പിഴച്ചു. ബാറ്റിന്റെ മധ്യത്തിൽ കൊള്ളാത്ത പന്ത് നേരെ ഡീപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന മുകുൾ ചൗധരിയുടെ കൈകളിൽ കൃത്യമായി അവസാനിക്കുകയായിരുന്നു. ആകെ 20 പന്തുകൾ നേരിട്ട സഞ്ജുവിന്റെ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിലെ 3 ഫോറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ബാക്കി 17 പന്തുകളിൽ നിന്നും താരം നേടിയത് വെറും 8 റൺസ് മാത്രമാണ്. സഞ്ജു സാംസൺ പുറത്തായതോടെ തകർന്നടിഞ്ഞ ചെന്നൈക്ക് പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടി ഏറ്റതോടെ ആരാധകരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് കരിയറിനെയും അദ്ദേഹത്തിന്റെ സാങ്കേതിക തികവിനെയും ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പ്രമുഖ കായിക പേജുകൾ, ക്രിക്കറ്റ് നിരീക്ഷകരും രംഗത്തെത്തി. വിമർശകരിൽ പ്രധാന പങ്ക് ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജുവിന്റെ സ്വിംഗ് സിം മൂവ്മെന്റ് ഉള്ള പിച്ചുകളിൽ കളിക്കാനുള്ള ബലഹീനതയാണ്. സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു പ്രധാന ട്വീറ്റ് ഇങ്ങനെയാണ്: വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വിംഗും സിം മൂവ്മെന്റുകളും പിച്ചുകളിൽ സഞ്ജു സാംസണിന് റൺസ് നേടാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ക്രിക്കറ്റ് നിരീക്ഷകരും വിദേശ ടീമുകളും അദ്ദേഹത്തെ അത്ര വലിയ കളിക്കാരനായി റേറ്റ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണിത്. ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ടെക്നിക് പരാജയപ്പെടുന്നു. T20 ക്രിക്കറ്റിൽ സ്ട്രൈക്ക് റേറ്റ് വളരെ പ്രധാനമായിരിക്കും. 100 സ്ട്രൈക്ക് റേറ്റിൽ മാത്രം ബാറ്റ് ചെയ്ത സഞ്ജുവിനെ മുൻ ഇന്ത്യൻ നായകൻ രാഹുൽ ദ്രാവിഡിന്റെ പ്രതിരോധ ശൈലിയോട് ഉപമിച്ചാണ് ചിലർ ട്രോളുന്നത്. സഞ്ജു ദ്രാവിഡ് സാംസൺ എന്ന പേര് നൽകിക്കൊണ്ട് ആരാധകർ കുറ്റപ്പെടുത്തുന്നത് ലക്നൌ നിരയിൽ വലിയ അനുഭവ സമ്പത്തില്ലാത്ത ബൗളർമാരുണ്ടായിട്ടും പിച്ച് ഫ്ലാറ്റ് അല്ല എന്ന ഒരൊറ്റ കാരണത്താൽ സഞ്ജു ടുക് ബാറ്റിംഗ് നടത്തി സ്വന്തം വ്യക്തിഗത സ്കോറിന് വേണ്ടി മാത്രം കളിച്ചുവെന്നാണ്. ഇത് ചെന്നൈയുടെ മറ്റ് ബാറ്റർമാരെ വലിയ സമ്മർദ്ദത്തിലാക്കിയെന്നും ആരാധകർ ആരോപിക്കുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിൽ സഞ്ജു നടത്തിയ ചില മികച്ച പ്രകടനങ്ങളെ മുൻനിർത്തി CSK ആരാധകർ അദ്ദേഹത്തിന് നൽകിയ വലിയ ഹൈപ്പിനെയും പലരും ഇപ്പോൾ പരിഹസിക്കുന്നുണ്ട്. ലോകകപ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ അത്ര പ്രശസ്തമല്ലാത്ത അല്ലെങ്കിൽ ഫിനിഷഡ് ആയ ടീമുകൾക്കെതിരെ റൺസ് കൂട്ടിയപ്പോൾ സഞ്ജുവിനെ ക്രിക്കറ്റ് ഇതിഹാസം സർ ഡൊണാൾഡ് ബ്രാഡ്മാനോട് ഉപമിക്കാൻ ചില ആരാധകർ ശ്രമിച്ചുവെന്നും എന്നാൽ IPL ഒരു നിർണായക മത്സരത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ താരം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സീസണിൽ സഞ്ജു നേരിടുന്ന മറ്റൊരു പ്രധാന വിമർശനം അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റ് യുവതാരങ്ങളായ ഗിൽ, സീനിയർ താരം വിരാട് കോഹ്ലി എന്നിവരുടെ ആരാധകരെ സഞ്ജുവിനെതിരെ കടുത്ത സ്ഥിതിവിവര കണക്കുകളായി രംഗത്തെത്തിയിട്ടുണ്ട്. താരങ്ങളുടെ പ്രിയ താരങ്ങളെ സോഷ്യൽ മീഡിയ വേട്ടയാടുമ്പോൾ സഞ്ജുവിന് മാധ്യമങ്ങളും PR ഏജൻസികളും അനാവശ്യ സംരക്ഷണം നൽകുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രമുഖ ക്രിക്കറ്റ് ആനലിസ്റ്റ് കുറിച്ചത് ഇങ്ങനെയാണ്: 2026 IPL പവർ പ്ലേയിൽ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 150 താഴെയാണ്. എന്നിട്ടും ആരും അദ്ദേഹത്തെ ഒരു ടുക് കളിക്കാരനോ സ്റ്റാൻഡ് പാഡറോ എന്ന് വിളിക്കുന്നില്ല. എന്നാൽ ഈ സീസണിൽ 170+ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടും ഗില്ലിനെയും വിരാട് കോഹ്ലിയെയും അതേ ആളുകൾ ക്രൂരമായി ട്രോൾ ചെയ്യുന്നു. ഇവിടെയാണ് ക്രിക്കറ്റിൽ PR എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാകുന്നത്. സഞ്ജു തന്റെ കരിയറിന്റെ തുടക്കം മുതൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സ്ഥിരതയില്ലായ്മ.
ഒരു മത്സരത്തിൽ വൻ സെഞ്ചുറിയോ തകർത്തടിയോ നടത്തിയാൽ അടുത്ത കുറച്ച് മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ശൈലി ചെന്നൈ സൂപ്പർ കിങ്സിലും അദ്ദേഹം തുടരുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഗില്ലും സഞ്ജുവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കിക്കൊണ്ട് ആരാധകർ പറയുന്ന പ്രധാന കാര്യം ഇതാണ്. T20 ക്രിക്കറ്റിൽ ഗില്ലും സഞ്ജുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സ്ഥിരതയാണ്. കളിക്കുന്ന 10 മത്സരങ്ങളിൽ 8 എണ്ണത്തിലും ഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ടീമിന് വലിയ അടിത്തറ നൽകുകയും ചെയ്യും. എന്നാൽ സഞ്ജു ആകട്ടെ 10 മത്സരങ്ങളിൽ വെറും 2 അല്ലെങ്കിൽ 3 വിജയകരമായ നോക്കൌട്ടുകൾ മാത്രമേ കളിക്കൂ. ബാക്കിയുള്ള 7-8 മത്സരങ്ങളിലും അദ്ദേഹം ദയനീയമായി പരാജയപ്പെടും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ കഴിഞ്ഞ 10 മത്സരങ്ങളിൽ CSKയുടെ ഏറ്റവും മോശം ഓപ്പണറായി സഞ്ജു മാറിയെന്നാണ് ക്രിക്കറ്റ് പ്രേമികളിൽ 99% ആളുകളും അഭിപ്രായപ്പെടുന്നത്. 2-3 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരത പുലർത്താൻ സാധിച്ചിട്ടുള്ളത്. പവർ പ്ലേ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്തേണ്ട ഓപ്പണർ തന്നെ ഇത്തരത്തിൽ പരാജയപ്പെടുന്നത് ചെന്നൈയുടെ മധ്യനിരയുടെ മേൽ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. ലക്നൌവിനോടേറ്റ ഈ പരാജയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കിയിരിക്കുകയാണ്. വരും മത്സരങ്ങളിൽ വലിയ മാർജിനിൽ ജയിച്ചാലും മാത്രമേ ചെന്നൈക്ക് ഈ അവസാന 4-ൽ ഇടം നേടാൻ കഴിയൂ. ടീമിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം സഞ്ജുവിനെ പോലുള്ള മുതിർന്ന താരങ്ങളുടെ ഫോമില്ലായ്മ തന്നെയാണ്. മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു എപ്പോഴും വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു താരമാണ്. ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ IPL പോലെ ഒരു വലിയ വേദിയിൽ നിർണായക ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പരാജയങ്ങൾ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിനെയും ബാധിച്ചേക്കാം. സോഷ്യൽ മീഡിയയിലെ കടുത്ത ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ സഞ്ജുവിന് മുന്നിലുള്ളത് ഒരേ ഒരു വഴി എന്നത് വരുന്ന മത്സരങ്ങളിൽ തന്റെ പഴയ അഗ്രസീവ് ശൈലിയിലേക്ക് തിരിച്ചെത്തുകയും ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അടുത്ത മത്സരത്തിൽ ചെന്നൈയുടെ തന്ത്രങ്ങളിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.